കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 8 ലോക്കൽ ബോഡിയാണുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്തുകളോട് ചേർന്നാണ്. അപ്പോൾ അതിലെ ലോക്കൽ ബോഡി വോട്ട് നോക്കുകയാണെങ്കിൽ LDF ഉം UDF ഉം ഏകദേശം തുല്യമാണെങ്കിലും LDF ഒരു അപ്പർ ഹാൻഡുള്ളതാണ്, 10,000 വോട്ട് ഫ്രണ്ടിലാണ്. LDF 71,000 വോട്ട് കിട്ടിയപ്പോൾ UDF 61,000 വോട്ട്, 35%. രണ്ട് കൂട്ടരാണ് 35%. 1/3 വോട്ട് UDF BJP 12.9%, 22,000 വോട്ട്, 23,000 വോട്ടോളമാണ്. അതേഴ്സിന് ഒരു 18,000 വോട്ടുണ്ട്, 10% വോട്ട് സ്വതന്ത്രതയുണ്ട്. LDF മെമ്പർമാരെ നോക്കുവാണെങ്കിൽ LDF 87 പേരുണ്ട്, UDF 68 പേരുണ്ട്, NDA 14 പേരുണ്ട്, അതേഴ്സ് 7 പേരുണ്ട്. കാഞ്ഞങ്ങാട് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഒരു LDF ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഹിസ്റ്ററിയും ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളെ നോക്കാം. കാഞ്ഞങ്ങാട് ഒരു 2011 നോക്കുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF നിലനിർത്തിയേക്കുന്ന ഒരു വാർഡാണ്. 2011 കോൺഗ്രസ് 2ാമത്, BJP അവിടെ 15,000 വോട്ട് അക്കാലത്ത് തന്നെ ഉണ്ട്. പിന്നെ 2014 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്, LDF നിലനിർത്തിയത്. 2016 ചന്ദ്രശേഖരൻ അദ്ദേഹം തന്നെ 2021 ജയിച്ചിരിക്കുകയാണ്. LDF ഒരു സിറ്റിംഗ് ഒരു ഉറച്ച കോട്ടയാണ്. 2026 LDF വേണ്ടി ഗോവിന്ദൻ പള്ളിക്കപ്പിൽ ആണ് മത്സരിക്കുന്നത്. പിന്നെ അത് കോൺഗ്രസ് ആക്ച്വലി കേരള കോൺഗ്രസിന്റെ ആണ് സീറ്റ് കൊടുത്തേക്കുന്നത്. BJPക്ക് കഴിഞ്ഞ ഇലക്ഷൻ 24,000 വോട്ടുണ്ട്. BJP ആണ് മത്സരിക്കുന്നത്. ബൽരാജാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കാഞ്ഞങ്ങാട് നോക്കുവാണെങ്കിൽ LDF കോട്ടയാണ്. LDF ഇപ്പം 41% ഇപ്പോഴും വോട്ടുണ്ട്. UDF വോട്ട് കൂടിയിട്ടുണ്ട്. എന്നാലും അത് ശക്തമായൊരു ഇവർ തമ്മിലാണ് മത്സരം. അപ്പോൾ LDF നിലനിർത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാഞ്ഞങ്ങാട് ഞാൻ LDF വേണ്ടിയാണ് എൻ്റെ അനാലിസിസ് വരുന്നത്. NDA ഒരു വോട്ട് ഷെയർ 25,000 മുകളിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്.